പ്രൈസ് ലോർഡ്. എസെക്കിയേൽ അധ്യായം 39 പലരുടെയും വ്യാഖ്യാനങ്ങൾ ശരിയാണ്. ഇക്കാര്യമാണ് നമ്മളിപ്പോൾ പരിശോധിക്കാൻ പോകുന്നത്. മൂന്നാം ലോകമഹായുദ്ധത്തിലെ പോലെ തന്നെ ഗോഗ് എന്ന പൈശാചിക ശക്തിയോടുള്ള ദൈവത്തിൻ്റെ യുദ്ധമായിട്ടാണ് നാലാം ലോകമഹായുദ്ധത്തെയും എസെക്കിയേൽ അധ്യായം 39 പ്രതിപാദിച്ചിരിക്കുന്നത്. എസെക്കിയേൽ 38 അധ്യായത്തിലാണ് മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വെളിപ്പാട് അധ്യായം 9 പറയുന്ന 6-ാം കാഹളം ഊതുമ്പോൾ യൂഫ്രട്ടീസ് നദിയുടെ കരയിൽ ബന്ധിച്ചിരിക്കുന്ന 4 സംഹാരദൂതന്മാരെ അഴിച്ചുവിടുമ്പോൾ അവയാണ് 200 ദശലക്ഷം യുദ്ധക്കുതിരകളെ കൊണ്ടുവരുന്നത് എന്ന് കാണാം. ഇതുപോലെ തന്നെ വെളിപ്പാട് അധ്യായം 16 യുദ്ധത്തിന് മനുഷ്യരെ ഒരുക്കുന്നത് 3 ദുരാത്മാക്കളാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അധ്യായം 20 വാക്യം 8 1000 ആണ്ട് കഴിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന യുദ്ധത്തിനും മനുഷ്യരെ കൂട്ടിച്ചേർക്കുന്നത് പിശാചാണ് എന്ന് എഴുതിയിരിക്കുന്നു. ഈ വചനങ്ങളൊന്ന് നോക്കാം. വെളിപ്പാട് 9:13 വാക്യം. 6-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ദൈവസന്നിധിയിലെ സ്വർണ്ണപീഠത്തിൻ്റെ കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദവും കാഹളമുള്ള 6-ാം ദൂതനോട് യുഫ്രാത്തോസ് എന്ന മഹാനദി തീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെ അഴിച്ചുവിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഉടനെ മനുഷ്യരിൽ 1/3 കൊല്ലുവാൻ ഇന്ന ആണ്ട് മാസം ദിവസം നാഴികയ്ക്ക് ഒഴിഞ്ഞിരുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിട്ടു. കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000 എന്ന് ഞാൻ കേട്ടു. ഇതാണ് 6-ാമത്തെ ദൂതൻ ഊതിയ സമയത്ത് ഉണ്ടായ സംഗതി. പിന്നെ അടുത്തതായിട്ട് വെളിപ്പാട് 16-ാം അധ്യായം എടുക്കാം. അതിൽ 6-ാമത്തവൻ തൻ്റെ കലശം യൂഫ്രത്തോസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുങ്ങേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും മൃഗത്തിൻ്റെ വായിൽ നിന്നും കള്ളപ്രവാഹൻ്റെ വായിൽ നിന്നും തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവ സർവ്വഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാ ദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കിലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. ഇതാണ് 2-ാമത്തെ പൈശാചിക ശക്തി. ഇനി അടുത്തത് വെളിപ്പാട് 20-ാം അധ്യായത്തിലാണ്. 1-ാം വാക്യം. അനന്തരം ഒരു ദൂതൻ അഗാധത്തിൻ്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ടു അടച്ചു പൂട്ടുകയും ഇത് മുദ്രയിടുകയും ചെയ്തു. അതിൻ്റെ ശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു. 7-ാം വാക്യം വായിക്കാം. 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗുമാഗോ എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിക്കാൻ പുറപ്പെടും. ഗോഗ് എന്ന് പറയുന്ന ഒരു പൈശാചിക ശക്തിയാണ്. മാഗോ എന്ന് പറഞ്ഞാൽ മംഗോളിയ ദേശം. അപ്പോൾ ആ പൈശാചിക ശക്തിയെ കൂട്ടിച്ചേർക്കുന്നത് പിശാചാണ് എന്നാണ് പറയുന്നത്. പിശാചിൻ്റെ ദൂതൻ തന്നെയാണ് ഗോഗും. ഇത് 1000 ആണ്ട് ആഴ്ച കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. അതിനാൽ ഇപ്പോൾ നടക്കുന്നതും ഇനി നടക്കാൻ പോകുന്നതുമായ സകല യുദ്ധങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് പിശാചും പിശാചിൻ്റെ ദൂതന്മാരുമാണ് എന്നത് വ്യക്തമാണ്. എസെക്കിയേൽ അധ്യായം 39 വാക്യം 9 ഇസ്രായേൽ ജനം പരിച, പലക, വില്ല്, കുറുവടി, കുന്തം മുതലായ ആയുധങ്ങളെ എടുത്ത് തീ കത്തിക്കുമെന്ന് എഴുതിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ ആയുധങ്ങളെ കത്തിക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പല അധ്യാപകരും തെറ്റായി വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇതിന് കാരണമായി പറയുന്നത് അവസാന കാലത്ത് ലാമിനേറ്റ് മരം കൊണ്ട് ഉരുക്കിനേക്കാൾ ബലമുള്ള യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നത് കൊണ്ട് ലാമിനേറ്റ് മരം കൊണ്ടാണ് യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കുക എന്നും അവ കത്തും എന്നുള്ളത് കൊണ്ടുമാണ് എന്നാണ്. ഇത് യുക്തിക്ക് നിരക്കുന്നതല്ല. എസെക്കിയേൽ 39 നോക്കാം. 9-ാം വാക്യം. ഇസ്രായേലിൻ്റെ പട്ടണങ്ങളിൽ വസിക്കുന്നവർ പുറപ്പെട്ട് പരിച, പലക, വില്ല്, അമ്പ്, കുറുവടി, കുന്തം മുതലായ ആയുധങ്ങളെ എടുത്ത് തീ കത്തിക്കും. അവയെ കൊണ്ട് 7 സംവത്സരം തീ കത്തിക്കും. പറമ്പിൽ നിന്ന് വിറക് എടുക്കുകയോ കാട്ടിൽ നിന്നൊന്നും വെട്ടുകയോ ചെയ്യാതെ ആയുധങ്ങളെ തന്നെ അവർ കത്തിക്കും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത് വായിക്കാം. ആയുധങ്ങളെല്ലാം 4-ാം ലോകമഹായുദ്ധകാലത്തിന് മുമ്പ് നശിച്ചു പോകുന്നതിനാൽ 4-ാം ലോകമഹായുദ്ധകാലത്ത് വടിയും കല്ലും മാത്രമേ യുദ്ധത്തിനായി ഉണ്ടാവുകയുള്ളൂ എന്ന് മഹാനായ ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ശരിയല്ല എന്ന് വചനത്തിൻ്റെ മർമ്മങ്ങൾ അറിയാവുന്നവർക്ക് അറിയാൻ സാധിക്കും. വചനത്തിൻ്റെ മർമ്മങ്ങൾ അറിയണമെങ്കിൽ ലൂക്ക 24:45 പറയുന്ന പോലെ ദൈവം ബുദ്ധി തുറക്കണം. ആൽബർട്ട് ഐൻസ്റ്റൈന് ദൈവത്തിൽ നിന്നും കൃപ ലഭിക്കാത്തതുകൊണ്ടാണ് മനസ്സിലാവാഞ്ഞത്. ലൂക്കോസ് 24:45 നോക്കാം. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു.
യേശുക്രിസ്തു ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ശിഷ്യന്മാരായിട്ട് പോലും കാര്യമില്ല, ദൈവം ബുദ്ധി തുറന്നെങ്കിൽ മാത്രമേ ദൈവവചനം വേണ്ട രീതിയിൽ മനസ്സിലാവുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ആൽബർട്ട് ഐൻസ്റ്റൈന് അങ്ങനൊരു അനുഗ്രഹം ദൈവം കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇതിൻ്റെ അർത്ഥം മനസ്സിലാകാഞ്ഞത്. പിന്നെ അടുത്ത വായിക്കാം. ഏകദേശം 2600 വർഷം മുമ്പ് ജീവിച്ചിരുന്ന എസെക്കിയേൽ പ്രവാചകൻ ഇക്കാലത്തുള്ള ആധുനികമായ റോക്കറ്റുകളും പലതരത്തിലുള്ള റോക്കുകളും സുരക്ഷയ്ക്ക് ആവശ്യമായ കവചങ്ങളും കണ്ടിട്ടില്ല. പ്രവാചകൻ ദർശനത്തിൽ ഇവയൊക്കെ കണ്ടുവെങ്കിലും സുരക്ഷാ കവചങ്ങളെ പലകയായിട്ടും പരിചയമായിട്ടും ചെറിയ തോക്കുകളെ വടിയായിട്ടും റോക്കറ്റ് ലോഞ്ചറുകളെ വില്ലായിട്ടും റോക്കറ്റുകളെ അമ്പായിട്ടും ബസുക്കയെ കുന്തമായിട്ടുമാണ് മനസ്സിലാക്കിയതെന്ന് ഗണിക്കാവുന്നതാണ്. ചിത്രങ്ങൾ നോക്കാം നമുക്ക്. ചെറിയ ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് കണ്ടാൽ മനസ്സിലാകാൻ പാടാണ്. വലിയത് നോക്കാം. ഇതാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ. ഐ നോ നോട്ട് വിത്ത് വാട്ട് വെപ്പൺസ് വേൾഡ് വാർ 3 വിൽ ബി ഫോട്ട്, ബട്ട് വേൾഡ് വാർ 4 വിൽ ബി ഫോട്ട് വിത്ത് സ്റ്റിക്സ് ആൻഡ് സ്റ്റോൺസ്. വടികൊണ്ടും കല്ലുകൊണ്ടുമാണ് യുദ്ധം ചെയ്യുക എന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. അത് തെറ്റാണെന്നുള്ളത് കോമൺ സെൻസുള്ള എല്ലാവർക്കും മനസ്സിലാവും. ബസുക്ക എന്ന് പറയുന്നത് ഇതാണ്, ഈ കുന്തന്മാരിരിക്കുന്ന ഈ സംഗതി. പാതാളക്കുഴിയിൽ നിന്നും ഈ സാധനം തോർത്ത് വെച്ച് കൊണ്ടുവന്ന് ഇസ്രായേലിലേക്ക് ഹമാസ് എന്ന ഭീകരവാദികൾ ഫയർ ചെയ്യുന്ന സാധനം ഇതാണ്. ലോഞ്ചർ ഇതാണ്, ബസുക്ക ഇതാണ്. പിന്നെ അടുത്തതായിട്ട് പരിച അല്ലെങ്കിൽ പലക എന്നൊക്കെ പറഞ്ഞ് പ്രവാചകൻ കണ്ടത് ഇതാണ്. എന്നിട്ട് അതിലൊരു തോക്കുകൊണ്ട് ഇങ്ങനെ വെടിവെക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ആയുധങ്ങൾ കത്തിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന് അത് തോന്നിയത്, അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള യുദ്ധക്കുതിര ഇതാണ്. ആ യുദ്ധക്കുതിരയ്ക്ക് ഒരു വാലുണ്ടെന്ന് പറയുന്നുണ്ട്. വാല് സർപ്പത്തെ പോലെയാണെന്ന്. ഇതിപ്പോൾ സർപ്പത്തെ പോലെയല്ലേ ഇതിൻ്റെ അറ്റം ഇരിക്കുന്നത്, അത് കണ്ടിട്ടാണ് പറയുന്നത്. പിന്നെ ഗന്ധകവർണ്ണവും രക്തനീലവും ഉള്ള കളറൊക്കെ ഇതിലുണ്ട്. പിന്നെ അതിൻ്റെ മേലെ ആളിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെ. പിന്നെ ഫ്രണ്ടിൽ സിംഹത്തിൻ്റെ വായ പോലെ വായ എന്ന് പറയുന്നുണ്ട്. അത് ഫ്രണ്ട് ഇങ്ങനെയാണ് ഇത് വരച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിനെ കണ്ടിട്ടാണ് അമ്പും വില്ലുമാണെന്ന് തോന്നിയത്. ഇത് അമ്പായിട്ടും അതിൻ്റെ ലോഞ്ചറിനെ വില്ലുമായിട്ടാണ് പ്രവാചകൻ കണ്ടത്. ഇതിപ്പോൾ വലുതാണ്, ചെറുതുമുണ്ട് ഇതുപോലെ. ഈ കാലഘട്ടത്തിലെ ആയുധങ്ങളെല്ലാം തന്നെ മാരകമായ കത്തുന്ന രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ടും ആയുധങ്ങളിൽ നിന്നും തീ പുറത്തു വരുന്നതുകൊണ്ടും ആയുധങ്ങൾ കത്തിക്കുകയാണെന്ന് വിചാരിച്ച് എസെക്കിയേൽ പ്രവാചകൻ എഴുതിയിരിക്കുകയാണ്. വെളിപ്പാട് അധ്യായം 9-ലെ 200 ദശലക്ഷം യുദ്ധക്കുതിരകളെ യോഹന്നാൻ കാണുന്നത് വാലുള്ള തീ തുപ്പുന്ന ഒരു വാഹനമായിട്ടും അതിൻ്റെ മുകളിൽ അതിനെ നിയന്ത്രിക്കുവാൻ മനുഷ്യരിക്കുന്നതുമായിട്ടാണ്. ഈ കാഴ്ച ഇപ്പോഴത്തെ പാറ്റൻ ടാങ്കിനോട് ഏറെ സാമ്യമുള്ളതാണ്. ഇതിൻ്റെ ചിത്രം നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെയാണ് എസെക്കിയേൽ പ്രവാചകൻ്റെ കാഴ്ചയും. എസെക്കിയേൽ അധ്യായം 39 വാക്യം 15 ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ ഒരു മനുഷ്യാസ്ഥി കണ്ടാൽ അടയാളം വയ്ക്കുമെന്ന് പറഞ്ഞിരിക്കുന്നതിൽ നിന്നും ഈ മനുഷ്യാസ്ഥി ന്യൂക്ലിയർ യുദ്ധം മൂലം അണുവികരണമുള്ളതായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് ഹാമോൻ ഗോഗ് താഴ്വരയിൽ അടക്കം ചെയ്യുന്നതെന്ന് വ്യാഖ്യാനിക്കുന്നവരാണ് ഭൂരിഭാഗം അധ്യാപകരും. ഈ വ്യാഖ്യാനം ശരിയാകാൻ സാധ്യതയുണ്ട്. എസെക്കിയേൽ അധ്യായം 39 വാക്യം 11 ഗോഗിനെയും പൈശാചിക ശക്തിയാണത്. അതിൻ്റെ പുരുഷാരത്തെയും അടക്കം ചെയ്യും എന്നുള്ളതിൽ പുരുഷാരത്തെ മാത്രമേ ഇസ്രായേൽ ജനത്തിന് അടക്കം ചെയ്യാൻ സാധിക്കൂ. ഗോഗിനെ അടക്കം ചെയ്യുന്നത് ദൈവിക ദൂതന്മാരായിരിക്കും. വെളിപ്പാട് 1-2 വാക്യങ്ങളിൽ സാത്താനെ 1000 ആണ്ടേക്ക് ചങ്ങലയിട്ട് ഭൂമിക്കുള്ളിൽ സൂതൻ അടയ്ക്കുമെന്ന് പറയുന്ന സംഗതിയുടെ സമയത്ത് തന്നെയാണ് എസെക്കിയേൽ അധ്യായം 39-15 കാര്യങ്ങളും സംഭവിക്കുന്നത്. അതായത് സാത്താനെ മാത്രമല്ല സാത്താൻ്റെ ദൂതനായ ഗോഗിനെയും ഭൂമിക്കുള്ളിൽ ബന്ധിക്കും എന്നർത്ഥം.